സ്വർണ്ണപ്പാളി വിവാദത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നിയമസഭ ഇന്നും സ്തംഭിച്ചു. കുറ്റപത്രം കൊടുക്കാതെ പ്രതികൾ പുറത്തിറങ്ങുന്നതിൽ യുഡിഎഫിനും ജനങ്ങൾക്കും ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹമെന്നായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി എം.പി. രാജേഷിന്റെ പ്രതികരണം. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടും പ്രതിപക്ഷം സഹകരിക്കാത്തത് നിർഭാഗ്യകരമാണെന്ന് സ്പീക്കർ വ്യക്തമാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ ധനവിനിയോഗത്തിൽ ചർച്ച കൂടാതെ പാസാക്കി. പതിവിന് വ്യത്യസ്തമായി ഇന്ന് നിയമസഭാ കവാടത്തിൽ നിന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പതിവ് പോലെ പ്രതിഷേധത്തിന്റെ രീതി മാറി. പ്രത്യേക അന്വേഷണ സംഘത്തിന്മേൽ സമ്മർദ്ദമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. സാർ, ഇവരെ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുക. സത്യം മുഖത്ത് വന്നടിക്കുമ്പോൾ അതിനു നേരെ കണ്ണടക്കുകയാണ് പ്രതിപക്ഷ നേതാവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി എം.പി. രാജേഷ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ ഹൈക്കോടതി തന്നെ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയെന്നും പാർലമെന്ററി കാര്യമന്ത്രി. ഇതൊരു കുത്തുകേസല്ല, ഇതൊരു സാധാരണ കേസല്ല. ധൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണമെന്നതാണ് അവരുടെ ആവശ്യം. പ്രതിഷേധം നടുത്തളത്തിലെത്തിയതോടെ സ്പീക്കർ ഇടപെട്ടു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് തന്നെ അറിയിച്ചതായി സ്പീക്കർ. പ്രതിപക്ഷം സഹകരിക്കാതിരിക്കുന്നത് ശരിയല്ല. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത ഈ 15ാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. പ്രതിപക്ഷ ബഹളം കടുത്തതോടെ ചോദ്യോത്തരവേള റദ്ദാക്കി മറ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.